അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 20-ാമത്തെ അധ്യായം. അതിൽ 58-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. സൂത ഉവാച തദാ ചിന്താതു രാജാത കഥം വംശോ ഭവേദിതി നാലസാദ്ധി സുഖം മഹ്യം സമുൽപ്പന്നേ ഹ്യരാജകേ. ഗാംഗേയസ്താമുവാചേദം മാ ചിന്താം കുരു ഭാമിനി പുത്രം വിചിത്രവീര്യസ്യ ക്ഷേത്രജം ചോപപാദയ. കുലീനം ദ്വിജമാഹൂയ വധ്വാ സഹ നിയോജയ. നാത്ര ദോഷോസ്തി വേദേപി കുലരക്ഷാവിധൗ കില. പൗത്രം ചൈവ സമുത്പാദ്യ രാജ്യം ദേഹി ശുചിസ്മിതേ. അഹം ച പാലയിഷ്യാമി തസ്യ ശാസനമേവ ഹി. തച്ഛ്രുത്വാ വചനം തസ്യ കാനീനം സ്വസുതം മുനിം ജഗാമ മനസാ വ്യാസം ദ്വൈപായനമകൽമഷം. സ്മൃതമാത്രസ്തതോ വ്യാസ ആജഗാമ സതാപസാ. കൃത്വാ പ്രണാമം മാത്രേധാ സംസ്ഥിതോ ദീപ്തിമാൻ മുനി. ഭീഷ്മേണ പൂജിത കാമം സത്യവത്യാ ച മാനിത. തസ്ഥൗ തത്ര മഹാതേജ വിധൂമോഗ്നിരിവാപര. തമുവാച മുനിം മാതാ പുത്രമുത്പാദയാധുനാ. ക്ഷേത്രേ വിചിത്രവീര്യസ്യ സുന്ദരം തവ വീര്യജം. വ്യാസ ശ്രുത്വാ വചോ മാതുരാപ്തവാക്യമമന്യത. ഓമിത്യുക്ത്വാ സ്ഥിതസ്തത്ര ഋതുകാലമചിന്തയൽ. അംബികാ ച യദാ സ്നാതാ നാരീ ഋതുമതി തദാ. സംഘം പ്രാപ്യ മുനേ പുത്രമസുതാന്ധം മഹാബലം. ജന്മാന്ധം ച സുതം വീക്ഷ്യ ദുഃഖിതാ സത്യവത്യപി. ദ്വിതീയാം ച വധൂമാഹ
പുത്രമുത്പാദയാശു വൈ ഋതുകാലേധ സംപ്രാപ്തേ വ്യാസേന സഹ സംഗത തഥാ ചാംബാലികാ രാത്രൗ ഗർഭം നാരീ ദധാരസ സോപി പാണ്ഡു സുതോ ജാതോ രാജ്യയോഗ്യോ ന സമ്മത പുത്രാർത്ഥേ പ്രേരയാമാസ വർഷാന്തേ ച പുനർവധും ആഹൂയ ച തതോ വ്യാസം സംപ്രാർത്ഥ്യ മുനിസത്തമം പ്രേഷയാമാസ രാത്രൗ സാ ശയനാഗാരമുത്തമം ന ഗദാ ച വധുസ്തത്ര പ്രേഷ്യാ സംപ്രേഷിതാ തയാ തസ്യാം ച വിദുരോ ജാതോ ദാസ്യാം ധർമാംശത ശുഭാം ഏവം വ്യാസേന തേ പുത്ര ധൃതരാഷ്ട്രാദയസ്ത്രയാ ഉത്പാദിതാ മഹാവീര വംശരക്ഷണഹേതവേ ഏതദ്വസർവമാഖ്യാതം തസ്യ വംശസമുദ്ഭവം വ്യാസേന രക്ഷിതോ വംശോ ഭ്രാതൃധർമ്മവിദാനഘാ ശ്രീഹരേ നമഃ ശ്രീജഗദംബികായൈ നമഃ ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ വിംശോധ്യായ സമാപ്തോയം പ്രഥമസ്കന്ധഃ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 20-ാമത്തെ അധ്യായത്തിൽ 58 മുതൽ 74 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വംശം നിലനിൽക്കാനുള്ള വഴി തേടി സത്യവതി, അരാജകമായാൽ സ്വാസ്ഥ്യം ലഭിക്കയില്ല. അമ്മയൊട്ടും പേടിക്കേണ്ട, വിചിത്ര വീര്യപത്നിയിൽ പുത്രന്മാരെ ജനിപ്പിക്കാൻ വേണ്ടതു ചെയ്യൂ. വിശിഷ്ടനാം വിപ്രനായി വധുവിനെ നിയോഗിക്കൂ. വേദത്തിലെ കുലരക്ഷാവിധിയാണത്. പൗത്രനുണ്ടായാലവനെ രാജ്യഭാരമേൽപ്പിക്കുക. അവനായി ഞാനും രാജ്യം ഭരിക്കാം നൂനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭീഷ്മരുടെ വാക്കു കേട്ടു സത്യവതി പുത്രനായ വ്യാസൻ തൻ്റെ സാമീപ്യത്തെ ആഗ്രഹിച്ചല്ലോ. സ്മരിച്ചപ്പോൾ വേദവ്യാസൻ അമ്മയുടെ അടുത്തെത്തി സാഷ്ടാംഗം നമസ്കരിച്ചു തൊഴുതു നിന്നു. ഭീഷ്മരും സത്യവതിയും വ്യാസനെ ബഹുമാനിച്ചു. ധൂമമില്ലാഗ്നി പോലെ വ്യാസൻ ശോഭിച്ചു. വിചിത്രവീര്യൻ തന്നോടെ ഭാര്യമാരിൽ മകനെ നീ വീര്യത്താലെ പുത്രഭാഗ്യം നൽകുകയിപ്പോൾ. അമ്മയുടെ വാക്കിനായി ഓം എന്നു പ്രതിവചിച്ചു. അവളുടെ ഋതുകാലം കാത്തുവസിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. ഋതുസ്നാതയാമംബിക വ്യാസനെയും സ്വീകരിച്ചു. അന്ധനായ ബലവാനാം പുത്രനുണ്ടായി.
അന്ധനായ പുത്രനാലെ ദുഃഖിതയായി സത്യവതി രണ്ടാമത്തെ ഭാര്യയെയും പ്രേരിപ്പിച്ചല്ലോ. ഋതുകാലേ അംബാലിക വ്യാസനെയും സ്വീകരിച്ചു. യഥാകാലം അംബാലിക ഗർഭം ധരിച്ചു. പാണ്ഡുവായി പുത്രനുണ്ടായി രാജ്യഭരണത്തിനായി. പാണ്ഡു യോഗ്യനായതില്ല മോഹിച്ചുമില്ല. വർഷത്തിൻ്റെ അവസാനം അംബാലികയോടു തന്നെ വ്യാസനായി ചേരുവാനായി പ്രേരിപ്പിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മുനിശ്രേഷ്ഠൻ വ്യാസനെയും ഉത്തമശയ്യാഗൃഹത്തിൽ വീണ്ടുമയച്ചല്ലോ പുത്രനെ ലഭിച്ചിടാൻ. അംബാലിക പോയതില്ല, പകരം ദാസിയെ വിട്ടു. അവളിലോ ധർമാംശമായി വിദുരനുണ്ടായി. ഇത്തരത്തിൽ ധൃതരാഷ്ട്രർ എന്നിങ്ങനെ 3 പേരെ വംശസംരക്ഷണത്തിനായി ജനിപ്പിച്ചല്ലോ. ശന്തനു വംശം പറഞ്ഞു ഭ്രാതൃധർമ്മം അറിയുന്ന വേദവ്യാസൻ ആ വംശത്തെ സംരക്ഷിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, അമ്മേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ, ദേവീഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 106-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായത്തിൽ 58 മുതൽ 74 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു, ഭാഷാഗാനമായി പാടി ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നു. ഇതോടുകൂടി ദേവീഭാഗവതം പ്രഥമസ്കന്ധം പൂർത്തിയാവുകയാണ്. നാളെ മുതൽ ദ്വിതീയ സ്കന്ധത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പം ഇവിടെ ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരൻ തുടങ്ങിയവരുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള രംഗങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭീഷ്മപിതാമഹൻ താൻ വിവാഹം ചെയ്യില്ലെന്നും രാജ്യം ഭരിക്കില്ലെന്നും അത് അച്ഛനു കൊടുത്ത വാക്കാണെന്നും അത് തെറ്റിക്കാൻ തനിക്കാവില്ല എന്നും അച്ഛൻ്റെ മറ്റൊരു ഭാര്യയായ സത്യവതിയെ അറിയിച്ചപ്പോൾ അരാജകത്വം വരും എന്ന് കരുതി സത്യവതി ചോദിച്ചു, എങ്കിൽ ഇനി എങ്ങനെയാണ് വംശം നിലനിർത്തേണ്ടത്? നാഹം രാജ്യം കരിഷ്യാമി ന ചാഹം ദാരസംഗ്രഹം. രാജ്യം ഭരിക്കില്ല, ഭാര്യയെ സ്വീകരിക്കില്ല. ഇത് ഉറപ്പിച്ചു പറഞ്ഞു ഭീഷ്മപിതാമഹൻ. അപ്പോഴാണ്
സൂതം പറയുകയാണ്, തഥാ ചിന്താതുരാജാത കഥം വംശോ ഭവേദിതി നാലസാധി സുഖം മഹ്യം സമുൽപ്പന്നേഹ്യ രാജകേ. അപ്പൊ എങ്ങനെയാണ് വംശം നിലനിർത്തുക? അത് ആലോചിച്ചിട്ട് സത്യവതി വല്ലാതെ വിവശയായി തീർന്നു, ആതുരയായി തീർന്നു. തഥാ ചിന്താതുരാജാത. എന്നിട്ടോ രാജ്യം അരാജകമായിരിക്കുമ്പോൾ എങ്ങനെയാണ് അലസത വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും സുഖം ഉണ്ടാവില്ല, സ്വാസ്ഥ്യമുണ്ടാവില്ല. രാജ്യത്ത് രാജാവുണ്ടാവണം. തൻ്റെ 2 മക്കളും മരിച്ചു പോയിരിക്കണു. ആദ്യത്തെ ആള് ഗന്ധർവനുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 2-മത്തെ ആള് വിചിത്രവീര്യൻ രാജയക്ഷ്മാവു എന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം മൂത്തപുത്രനായിരിക്കുന്ന ചിത്രാംഗതൻ അതേ പേരുള്ള ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. പിന്നീട് വിചിത്രവീര്യൻ ക്ഷയം ബാധിച്ചു മരിക്കുകയും ചെയ്തു. അപ്പോഴാണ് പുതിയ ഈ വംശത്തെ നിലനിർത്താൻ എന്താണ് വഴി എന്നാലോചിക്കുന്നത്. ഈ സമയത്ത് ഗാംഗേയൻ, സാക്ഷാൽ ഗംഗാപുത്രനായ ഭീഷ്മർ പറയുകയാണ്, ഗാംഗേയസ്താം ഉവാചേദം മാ ചിന്താം കുരു ഭാമിനി. ഹേ ഭാമിനി, അമ്മ വിഷമിക്കേണ്ട, വിചാരപ്പെടണ്ട എന്ന് പറയുകയാണ്. പുത്രം വിചിത്രവീര്യസ്യ ക്ഷേത്രജം ചോപപാദയ. വിചിത്രവീര്യന്റെ പത്നിയിൽ പുത്രനെ സൃഷ്ടിക്കൂ. അതിനുള്ള വഴി എന്താ? കുലീനം ദ്വിജമാഹൂയ. കുലീനനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ, ബ്രഹ്മത്തെ അറിയുന്നവനെ വിളിക്കുക. അദ്ദേഹം പുത്രോത്പാദനം ചെയ്യട്ടെ. വധ്വാസഹ നിയോജയ. വധുവിനെ നിയോഗിക്കുക അതിനായിട്ട്. നാത്ര ദോഷോസ്തി. ഇതിലൊരു ദോഷവുമില്ല. വേദത്തിൽ പോലും കുലരക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വഴിയാണ് ഇത്. ഒരിക്കലും കാമത്തിൽ അധിഷ്ഠിതമല്ല, ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഈ പ്രവൃത്തി. ഇവർ തമ്മിൽ യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഭോഗലാലസതയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് രാജ്യത്ത് രാജാധികാരം നിലനിൽക്കാൻ, വംശം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇതിൽ തെറ്റില്ല. പൗത്രം ചൈവ സമുൽപാദ്യ രാജ്യം ദേഹി ശുചിസ്മിതേ. ഹേ ശുചിസ്മിതേ വിളിക്കുകയാണ്. പൗത്രനെ സമുത്പാദ്യ ജനിപ്പിച്ചിട്ട് രാജ്യം ദേഹി, അവന് രാജ്യത്തെ കൊടുക്കുക, രാജ്യഭാരമേൽപ്പിക്കുക. എന്നിട്ടോ അഹം ച പാലയിഷ്യാമി, അവൻ്റെ ശാസനയനുസരിച്ച്, രാജാവിൻ്റെ ശാസനയനുസരിച്ച് ഞാൻ ഭരണം നടത്തിക്കൊള്ളാം. അപ്പോ രാജാവിൻ്റെ വിശ്വസ്തനായ ഒരു മന്ത്രിയെപ്പോലെ ഞാൻ നിന്നോളാം. എനിക്ക് രാജ്യം ഭരിക്കുക എന്നുള്ളത്, രാജാവായിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. രാജ്യം ഭരിക്കാൻ എനിക്ക് വിരോധമില്ല. തച്ഛുത്വാ വചനം തസ്യ കാനീനം സ്വസുതം മുനിം. ഭീഷ്മർ പറഞ്ഞത് കേട്ടിട്ട് സത്യവതി മനസ്സുകൊണ്ട് തൻ്റെ മൂത്തപുത്രനായിരിക്കുന്ന, മഹർഷിയായിരിക്കുന്ന, അതേപോലെ അകൽമഷം, ഒട്ടും തന്നെ പാപങ്ങളില്ലാത്ത നിഷ്കളങ്കനായിരിക്കുന്ന വ്യാസം, ആ കൃഷ്ണദ്വൈവായനനെ, വ്യാസനെ മനസാ സ്മരിച്ചു. സ്മരിച്ച മാത്രയിൽ തന്നെ സ്മൃതമാത്രസ്തോ വ്യാസ ആജഗാമച സ താപസ. അവിടെ സ്മരിച്ച നിമിഷം തന്നെ വ്യാസൻ സത്യവതിയുടെ അടുത്ത് എത്തിച്ചേർന്നു. അതിതേജസ്വിയായിരിക്കുന്ന അദ്ദേഹം, ദീപ്തിമാൻ മുനി, മിന്നിത്തിളങ്ങുന്ന അദ്ദേഹം തൻ്റെ അമ്മയെ കൃത്വാ പ്രണാമം മാത്രേധ, അമ്മയെ നമസ്കരിച്ചിട്ട് അവിടെ കൈകൾ കൂപ്പി അവിടെ ഇങ്ങനെ നിന്നു. ഭീഷ്മേണ പൂജിത കാമം സത്യവത്യാച മാനിത. ഭീഷ്മരും സത്യവതിയും അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ചു. പുത്രനാണെങ്കിലും ശ്രേഷ്ഠനായ ആ വേദവ്യാസനെ അമ്മയും വേണ്ട പോലെ സ്വീകരിച്ചു, സൽക്കരിച്ചു, ബഹുമാനിച്ചു. മാനിത തസ്ഥൗ തത്ര മഹാതേജ വിധൂമോഗ്നിരിവാപര. മഹാതേജസ്വിയായ അദ്ദേഹം പുകയില്ലാത്ത അഗ്നി പോലെ ജ്വലിച്ചു എന്നാണ്. ഒട്ടും തന്നെ, അപ്പൊ പുകയില്ലാത്തത് കൊണ്ട് തന്നെ കാഴ്ചയിൽ അതിസുന്ദരമായിരിക്കുന്ന വേദവ്യാസൻ. തമുവാച മുനിമാത. അമ്മ ആ മുനിയോട് പറഞ്ഞു, പുത്രമുൽപാദയാധുന, ഇപ്പൊ തന്നെ ക്ഷേത്രേ വിചിത്രവീര്യസ്യ, വിചിത്രവീര്യന്റെ പത്നിയിൽ നിന്റെ വീര്യം കൊണ്ട്, തവ വീര്യജം സുന്ദരം പുത്രമുൽപാദയാധുന, സുന്ദരനായൊരു പുത്രനെ നീയെ ജനിപ്പിക്കൂ. വ്യാസശ്രുത്വ വചോ മാതുരാപ്തവാക്യം അമന്യത. മാതാവിൻ്റെ വാക്യം ആപ്തവാക്യമായി കണക്കാക്കുന്ന വേദവ്യാസൻ. ഓമിത്യുക്ത, ഓം എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ള അർത്ഥമാണ് അവിടെ. ഓമിത്യുക്ത
സ്ഥിതസ്തത്ര ഋതുകാലം അചിന്തയൽ. ആ അംബികയുടെ ഋതുകാലം കാത്ത് വേദവ്യാസൻ അവിടെ കഴിഞ്ഞു. അംബികയാണ് വിചിത്രവീര്യന്റെ ആദ്യത്തെ ഭാര്യ, കാശിപുത്രിമാരിൽ രണ്ടാമത്തവള്. ആദ്യത്തെ ആള് അംബ. അംബ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അംബികയാണ് അംബ, അംബിക, അംബാലിക. ആദ്യത്തെ ആൾക്ക് പേരിന് 2 അക്ഷരം, പിന്നത്തെ ആൾക്ക് 3 അക്ഷരം, മൂന്നാമത്തെ ആൾക്ക് 4 അക്ഷരം, അല്ലേ? അതൊരു രസത്തിന് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ആ അംബികാച യഥാസ്നാത നാരീ ഋതുമതി തഥാ, ഋതുസ്നാതയായിരിക്കുന്ന ആ അംബിക വ്യാസമുനിയെ പ്രാപിച്ച് മഹാബലശാലിയായിരിക്കുന്ന പുത്രം അസുതാന്ധം മഹാബലം, അന്ധനായിരിക്കുന്ന ഒരു പുത്രന് ജന്മം കൊടുത്തു, പ്രസവിച്ചു. സജ്ജനങ്ങൾ പറയാറുണ്ട്, വേദവ്യാസന്റെ സ്വരൂപം ഒട്ടും തന്നെ സുന്ദരമല്ല, വിരൂപമാണ് സ്വരൂപം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി കണ്ണടച്ചിട്ടാണത്രേ തൻ്റെ ആ പുത്ര ഉൽപാദനത്തിന് വന്ന വേദവ്യാസനെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ആ കുഞ്ഞ് അന്ധനായി തീർന്നത് എന്ന് പറയാറുണ്ട്. ഉടനെ തന്നെ ജന്മാന്ധം തം സുതം വീക്ഷ്യ, ജന്മനാന്ധനായ പുത്രനെ കണ്ടിട്ട് ദുഃഖിത സത്യവത്യപി, സത്യവതി വല്ലാതെ ദുഃഖിതയായി. എന്നിട്ടോ ദ്വിതീയാംച വധുമാഹ പുത്രമുൽപാദയാശുവൈ, രണ്ടാമത്തെ വധു, രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന അംബാലികയിൽ ആ പുത്രനുണ്ടാവാൻ വധുവിനോട് പുത്രനെ നേടാൻ ആവശ്യപ്പെട്ടു. സോപി, അവിടെ ഋതുകാലേധ സംപ്രാപ്തേ വ്യാസേന സഹസംഗത തഥാ ചാമ്പാലികാരാത്രോ ഗർഭം നാരീ ദധാരസ. ഋതുകാലത്ത് മുനിയുമായി ചേർന്ന ആ സംഗമിച്ച അംബാലിക, അവളും അതേ ആ ഗർഭം നാരീ ദധാരസ, ഗർഭം ധരിച്ചു. സോപി പാണ്ഡു സുതോജാതോ രാജ്യയോഗ്യോ ന സമ്മത. അടുത്തതായി ഈ അംബാലിക വ്യാസനെ കണ്ടപ്പോൾ വല്ലാതെ വിളറി വെളുത്തുപോയി എന്നാണ്. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ടുണ്ടായ കുഞ്ഞ് പാണ്ഡു രോഗം വന്ന ആളായി തീർന്നു. അദ്ദേഹം ഭാരത്തിന് യോഗ്യനായിരുന്നില്ല, അതേപോലെ തന്നെ സമ്മതനും ആയിരുന്നില്ല എന്ന് പറയുന്നു. ജാതോ രാജ്യയോഗ്യോ ന സമ്മത. പിന്നെയോ പുത്രാർത്ഥേ പ്രേരയാമാസ വർഷാന്തേ ച പുനർവധും. വീണ്ടും ആ വധുവിനെ ആ വർഷത്തിൻ്റെ അവസാനത്തിൽ പുത്രാർത്ഥമായിട്ട് വീണ്ടും പ്രേരിപ്പിച്ചു. അപ്പോൾ അംബാലികയെ തന്നെ ആവും എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം കുഞ്ഞുണ്ടായി, അതിനുശേഷം 1 വർഷത്തിനു ശേഷം വീണ്ടും അവിടെ ആ താല്പര്യം എടുത്തു സത്യവതി എന്ന് പറയുകയാണ്. എന്നാൽ ഇത്തവണ ആഹൂയച്ച തതോ വ്യാസം സംപ്രാർത്ഥ്യ മുനിസത്തമം പ്രേഷയാമാസ രാത്രൗസ ശയാനാകാരമുത്തമം. മുനിശ്രേഷ്ഠനായ വ്യാസനെ വീണ്ടും പ്രാർത്ഥിച്ചു. രാത്രിയിൽ ആ പെൺകുട്ടിയെ, അംബാലികയെ അദ്ദേഹത്തിൻ്റെ ആ ശയനാകാരത്തിലേക്ക്, ശയ്യാ മുറിയിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുന്നു. ന ഗതാച വധുസ്തത്ര പ്രേഷ്യ സംപ്രേഷിതാ തയാ തസ്യാം ച വിദുരോ ജാതോ ദാസ്യാം ധർമാംശത ശുഭ. വധു ആ അംബാലിക അങ്ങോട്ട് പോയില്ല, പകരം എന്ത് ചെയ്തു? തൻ്റെ ദാസിയെ അതിനായിട്ട് പറഞ്ഞയച്ചു. ആ ദാസി വളരെ സന്തോഷപൂർവം സ്നേഹപൂർവം അദ്ദേഹത്തെ സ്വീകരിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ആ ദാസിയിൽ അദ്ദേഹത്തിന് ധർമ്മരാജാവിൻ്റെ അംശമായിരിക്കുന്ന വിതുര മഹാശയൻ ഉണ്ടായി എന്ന് പറയുന്നു. ഏറ്റവും ശുഭനായ വിതുരൻ ജനിച്ചു. ഏവം വ്യാസേന തേ പുത്ര ധൃതരാഷ്ട്രാദയസ്ത്രയ. ഇങ്ങനെ ധൃതരാഷ്ട്രർ തുടങ്ങിയ 3 മഹാവീരന്മാര്, വംശസംരക്ഷണത്തിന് കാരണക്കാരായ 3 പുത്രന്മാരെ വേദവ്യാസൻ ജനിപ്പിച്ചു. ഉൽപാദിത മഹാവീര വംശരക്ഷണഹേതവേ എന്നാണ്. ഇപ്പൊ ധൃതരാഷ്ട്രര് അംബികയിൽ, അംബാലികയിൽ പാണ്ഡു, ദാസിപ്പെണ്ണിൽ വിതുരമഹാശയൻ, ഇങ്ങനെ 3 മക്കള് വ്യാസന് ഉണ്ടായി. ഏതദ്വത് സർവമാഖ്യാതം തസ്യ വംശസമുദ്ഭവം വ്യാസേന രക്ഷിതോ വംശോ ഭ്രാതൃധർമ്മവിധാനഘാഹ. ഇങ്ങനെ ശന്തനുവിൻ്റെ വംശചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഹേ പാപരഹിതരെ,
അനഘ. ഭ്രാതൃധർമ്മം അറിയുന്ന വ്യാസൻ ആ വംശത്തെ സംരക്ഷിച്ചു. അതിൽ ധർമ്മച്യുതി ഒട്ടും തന്നെ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ഈ സന്ദർഭത്തിൽ. കാരണം അത് ഭോഗത്തിനു വേണ്ടിയല്ല, വലിയൊരു ത്യാഗമാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ദേവീഭാഗവതം പ്രഥമസ്കന്ധം 20-ാമത്തെ അധ്യായവും ആ സ്കന്ധവും പൂർത്തിയാവുന്നത്. നാളെ നമുക്ക് ദ്വിതീയ സ്കന്ധത്തിൽ വ്യാസജന്മ വൃത്താന്ത വർണ്ണനം എന്ന 1-ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.